ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വ്ളോഗിൻ്റെ ബാക്കിയാണ്. അതായത് നമ്മളിന് ഫസ്റ്റ് തന്നെ പോകുന്നത് ബേർഡ്സ് പാർക്കിലേക്കാണ് പോകുന്നത്. സോ നമ്മളിത് അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. ഗായ്സ്, നമ്മളെ ലൊക്കേഷൻ നമ്മളെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്, വിച്ച് ഈസ് ഇവിടുത്തെ ബേർഡ്സ് പാർക്ക് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബേർഡ്സിനെ ഇങ്ങനെ തുറന്നിട്ട് വെക്കും. അതായത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. നമുക്കിങ്ങനെ സംഗതികൾ കണ്ടുകൊണ്ട് പോവാം. ബേർഡ്സിനെ ഇങ്ങനെ ലൈവായിട്ട് നമുക്കിങ്ങനെ കാണാൻ സംസാരിക്കാം അല്ലേ ചക്കു? ഇവിടെ വാട്ടർഫോൾ ഉണ്ട്. ഇവര് ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെ ഇത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് അക്വേറിയം ആണ്. സോ ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസും സംഭവങ്ങളും ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ഫിഷ് തൊട്ടിട്ട് ഏറ്റവും വലിയ കൈൻഡ് ഓഫ് ഫിഷ് വരെ ഇവിടെ ഉണ്ട്. സോ ഓരോന്നായിട്ട് കാണാം. ഇതൊന്നും കോഴിക്കോടില്ല കേട്ടാ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നല്ലോ വന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇനി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്താണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ ടൈം സ്ക്വയറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേയും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പിന്നെ ഹോട്ടലിൽ പോയി റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിനി പോകുന്നത് ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ട്വിൻ ടവർ. അപ്പോൾ ഇത് നമുക്ക് എന്ന് വെച്ചാൽ ഈ മലേഷ്യൻ്റെ ഏത് കോർണറിൽ നിന്ന് പോയി കഴിഞ്ഞാലും നമുക്കിത് എവിടെ നിന്നും കാണാൻ പറ്റും, ഏത് ആംഗിളിൽ നിന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്രയും വലുതാണല്ലോ ഇത്. രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര ലൈറ്റിൻ്റെ വർക്കൊക്കെ ഉള്ളതാണ് ഈ ഒരു ട്വിൻ ടവർ. സോ നമ്മളിതിൻ്റെ ഈ ഒരു വെള്ളത്തിലുള്ള ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി നടന്നിട്ട് ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവാണ്. ഹാരി പോട്ടർ ആണ് സമാധാനം. ഈ ട്വിൻ ടവർ എത്ര കണ്ടാലും മതിയാവില്ല. അത്രയൊരു ഭംഗിയുള്ളൊരു സംഭവം കേട്ടോ, ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ചും കൂടെ അവിടെ നിന്ന് ഇത്ര നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് നടക്കാമെന്ന് വിചാരിക്കുന്നു. ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ബാക്കിൽ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ മലേഷ്യയിലെ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്.
ഫിറ്റ് വെറൈറ്റി ഫുഡ്സ് അല്ലത് ഇവിടെ നമ്മുടെ സംഭവങ്ങളുണ്ട്. പന്തർ അങ്ങനെ ഒരു എന്തൊരു മാങ്ങേൻ്റെ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ പിന്നെ ഇവിടെ വെറൈറ്റി ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഒരു ചേച്ചി ഇതവിടെ ഒരു സാധനമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ചേച്ചി അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളൊരു എടുത്തേ പറ്റൂ. നമ്മൾ ബാക്കിൽ ഇവിടെ മറ്റേ സംഭവങ്ങൾ എന്തൊക്കെയാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വിൻ ടവേഴ്സിൻ്റെ ഓരോരോ ഇതാണ്. മലേഷ്യയുടെ എംബ്ലം ട്വിൻ ടവേഴ്സ്. 60. This one 60? Small one? Your friend said this one, not this one. വെറൈറ്റി ആയിട്ടുള്ള മൾട്ടി ഫ്ലേവേർഡ് ജെല്ലി ബോൾ ഇവിടെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സംഭവം. ഇവിടെ കാണാൻ സാധിക്കും വെറൈറ്റീസ് ഓഫ് ഞണ്ട് ഫ്രൈ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഞണ്ട് ഫ്രൈ ആണത്. ഞണ്ടിരുന്നിപ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ച് പൊരിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഒരു വൈബാണ് ഇവിടെ. യൂട്യൂബർ സാന്ദ്ര ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻസ് ആണ് കാഴ്ച അധികവും വന്നിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇതാ ഫുഡ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെറൈറ്റി വ്യത്യസ്തമായ കാഴ്ചകൾ, തരം ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. തായ്ലൻഡിലുള്ള ഫുഡും ഏഷ്യൻ ഫുഡ്സാണ് മെയിനായിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മള് ഇതുപോലെ കറങ്ങിയിട്ടുണ്ട്. നമ്മൾ കറങ്ങി നടക്കാൻ നമ്മളെവിടെ പോന്നേ? ഇനി നമ്മൾ പോകുന്നത് പബ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് റെഡി ആവാൻ തുടങ്ങുകയാണ്. സോ ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമുക്കിനി ഇറങ്ങണം. ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ബൈ ടു മലേഷ്യ. ബൈ ടു മലേഷ്യ അല്ല, കാരണം നമ്മൾ ഇനിയും സമയമുണ്ട്. നമുക്ക് ഒരു ദിവസം കൂടെ ഉണ്ട്, 9 മണി വരെ ഉണ്ടല്ലോ. ബട്ട് ബൈ ടു ഈ ഒരു ഹോട്ടൽ നമ്മൾ ലൈക്ക് ഒരു 4 days ഒക്കെ നമ്മൾ നിന്ന സ്ഥലമാണിത്. സോ ലിറ്ററലി നമ്മൾ കൂടെ ഉണ്ടായിരുന്ന 4 ദിവസം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന റൂമാണ്. സോ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഒരു 12 കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. ഇപ്പം നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് നമ്മളിപ്പം തന്നെ ഇറങ്ങില്ല. ജസ്റ്റ് ഇവിടെയുള്ള ഈ ടൈം സ്ക്വയറിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൈമുണ്ട് നമുക്ക് കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യും. സോ അത് ഇവിടുത്തെ ടേബിൾ ക്ലീൻ ചെയ്തു. ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെക്കാനുണ്ട്. സോ അതാണ് നമ്മൾ ഇത്. അത് കാർപ്പറ്റായിട്ടോ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. Let's go. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങി ഇവിടുന്ന് നമ്മൾ ലിഫ്റ്റ് കയറി താഴേക്ക് പോവാണ്. നമുക്ക് വിഷമമുണ്ടല്ലേ ഇവിടെ പോയി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലേഷ്യ തായ്ലൻഡ് പോലെ തന്നെ ഗുഡ്. ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. ഗ്രൗണ്ട് വണ്ണല്ല, 1 ഫുഡാണ്.
നമുക്ക് വെയിറ്റ് നോക്കണം, കാരണം നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വെയിറ്റ് എന്നാലും കളയട്ടെ അല്ലേ. സ്ട്രൈറ്റ് എടുക്കും. ഇത്രയാ? നോക്കട്ടെ. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇന്നത്തെ കറക്കം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. സോ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ പോവാണ്. സോ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഫസ്റ്റിനെ നമ്മൾ പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുത്രജയ എന്ന് പറഞ്ഞിട്ടുള്ള മലേഷ്യയിലുള്ളൊരു സംഭവമാണ്. അതായത് ഇവിടെ ഒരുപാട് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഓഫീസേഴ്സും അവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ഒരു ഏരിയ തന്നെ താമസിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പുത്രജയ. അപ്പോൾ അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഉള്ള പോലീസേഴ്സിൻ്റെ സ്ഥലങ്ങൾ താമസിക്കാനുള്ളതും അതുപോലെ തന്നെ അവരെ ഓഫീസും എല്ലാം അവരത് അവിടെയാണ്. സോ ഇവിടെ ഏതാണ്ട് 17 ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്ലാഗാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളിത് ഏതാണ് പുത്രജയ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷം സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഒരു മോളിലാണ്. അതായത് എയർപോർട്ടിനടുത്തുള്ള ഒരു മോളാണ്. ബിറ്റ്സുയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മോളാണ് നമ്മൾ മലേഷ്യ പോകുന്നത്. അപ്പോൾ ഇതാണ് മോള് വന്നിട്ട്. ചക്കു നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? ചക്കു എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ആ ചെറിയ പിള്ളേരുത് അത് അവിടെ അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ സാധനം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ വോളൊട്ടിക്കുന്നത് തോന്നുന്നു. നമ്മൾ ഇവിടെ നമ്മൾ 4:30 വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എയർപോർട്ടിലേക്ക് പോവാണ്. സമയം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഐക്കിയിൽ കയറിയത് കേട്ടോ. അങ്ങനെ മോളിൻ്റെ ഉള്ളിൽ ഐക്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. മോൾ മൊത്തം കറങ്ങി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ സെൽഫായിട്ട് നമ്മളെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിനി ലോഞ്ചിൽ പോവാണ്. സോ മലേഷ്യൻ്റെ ലോഞ്ച് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ലോഞ്ചാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ബീഫ് സ്റ്റീക്ക്, ബർഗർ, അങ്ങനെ പിസ്സ, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും, പിന്നെ പാസ്ത, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഉണ്ട്. സോ നമ്മൾ എല്ലാം എന്താ പെട്ടെന്ന് കഴിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം. വെയിറ്റ് ചെയ്യാണ്.